ഹായ് ഫ്രണ്ട്സ്, വാട്സപ്പിൽ അധികമാർക്കും അറിയാത്ത 5 രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. മിക്കുള്ളവർക്കും അറിയാവുന്നതായിരിക്കും, എങ്കിലും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വലതുഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രൈബും ഷെയറുമാണ് ഞങ്ങളെപ്പോലെയുള്ള യൂട്യൂബേഴ്സിൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ 5 ടിപ്സ് പറയാൻ പോകുകയാണ്. ഒന്നാമത്തത്, നമ്മളെന്തെങ്കിലും പോസ്റ്റ് ചെയ്താൽ ആ പോസ്റ്റ് ആരൊക്കെ കണ്ടു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഉദാഹരണത്തിന്, ഞാൻ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. ഹായ് എന്ന് പോസ്റ്റ് ചെയ്യുന്നു. ഗ്രൂപ്പിൽ ഹായ് എന്ന് ഞാൻ പോസ്റ്റ് ചെയ്തതോടെ അയച്ചു കഴിഞ്ഞു. ഇനി അത് ആരൊക്കെ കണ്ടു എന്ന് അറിയണമെങ്കിൽ നാം ചെയ്ത പോസ്റ്റ്, അത് ടെക്സ്റ്റ് ആയാലും ഇമേജ് ആയാലും ഏതായാലും അവിടെ ക്ലിക്ക് ചെയ്ത് പിടിക്കുക ആ പോസ്റ്റിൽ. അപ്പോൾ മുകളിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് വരുന്നത് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ എക്സ്ക്ലമേഷൻ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആരൊക്കെ വായിച്ചു എന്ന് ഇവിടെ റീഡ് ബൈ എന്നതിന് താഴെ ആരൊക്കെയാണ് എൻ്റെ മെസ്സേജ് വായിച്ചത്, കണ്ടത് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3 പേര് കണ്ടു. ആരിലേക്കൊക്കെ അയച്ചിട്ടുണ്ട് എന്നതാണ് താഴെ ഡെലിവേർഡ് ടു എന്നതിൽ കാണിക്കുന്നത്. ഇത്തരം പേരിലേക്ക് അയച്ചിട്ടുണ്ട്, അവർ വായിച്ചിട്ടില്ല. 3 പേരാണ് ഇപ്പോൾ വായിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ടിപ്പ്, നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നാം വായിച്ചാലും അവർ അറിയാതിരിക്കുന്ന രീതിയാണ് രണ്ടാമത്തത്. സാധാരണ അവർ അയക്കുന്ന മെസ്സേജ് നാം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ അയക്കുന്ന മെസ്സേജ് മറ്റുള്ളവർ വായിച്ചു കഴിഞ്ഞാൽ അതിലൊരു നീല ടിക്ക് മാർക്ക് വീഴുന്നതായിരിക്കും. നമ്മൾ സാധാരണ കാണുന്നതാണ്, 2 നീല ടിക്ക് മാർക്ക് വീഴും. നാം അയച്ച മെസ്സേജ് മറ്റുള്ളവർ അവർ കണ്ടു എന്നറിയുന്നതാണ് ആ 2 നീല ടിക്ക് മാർക്ക് വീഴൽ. അതുപോലെ നമ്മുടെ കൂട്ടുകാരോ മറ്റോ നമുക്ക് മെസ്സേജ് അയച്ചാലും നാം അത് വായിച്ചു കഴിഞ്ഞാൽ നീല ടിക്ക് മാർക്ക് വീഴും. എന്നാൽ അപ്പോൾ നീല ടിക്ക് മാർക്ക് വീണതായിട്ട് അവർക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും നാം അത് വായിച്ചു എന്ന്. എന്നാൽ നാം വായിച്ചാലും അവർക്ക് നീല ടിക്ക് മാർക്ക് വീഴാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ പ്രൈവസി എടുക്കുക. പ്രൈവസി എന്നതിൽ റീഡ് റിസീപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ ടിക്ക് മാർക്ക് കിടക്കുന്നത് കാണാം. ടിക്ക് മാർക്ക് ഓഫാക്കി കഴിഞ്ഞാൽ ഇനി നമ്മുടെ കൂട്ടുകാർ നമുക്ക് മെസ്സേജ് അയച്ചാലും അത് നാം വായിച്ചാലും നാം വായിച്ചതായിട്ട് അവർക്ക് അറിയാൻ സാധിക്കുകയില്ല. അതായത് നാം വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബ്ലൂ ടിക്ക് മാർക്ക് വീഴുകയില്ല. മൂന്നാമത്തെ ടിപ്പ് ഞാൻ പറയാൻ പോകുന്നത്, നമ്മുടെ കൂട്ടുകാരോ മറ്റോ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ, വാട്സപ്പിൽ നിന്ന് നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നാം അവസാനമായി വാട്സപ്പിൽ കയറിയത് എപ്പോഴാണെന്ന് അവർക്ക് അറിയാൻ സാധിക്കും. ആ ടൈം അതിൽ എഴുതി കാണിക്കും, അല്ലെങ്കിൽ ഏത് ദിവസമാണ് കയറിയത് എന്ന് അതിൽ എഴുതി കാണിക്കും. എന്നാൽ നാം കയറിയത് ഏത് ദിവസമാണ് എന്ന് അറിയാതിരിക്കാൻ വേണ്ടി വേറൊരു വഴിയുണ്ട്. ഉദാഹരണമായി ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ കോൺടാക്റ്റിൽ നിന്നൊരു കോൺടാക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നതാണ് ലാസ്റ്റ് സീൻ 20 ജൂൺ 2017. അതായത് 2017 ജൂൺ 20 അവസാനമായി കയറിയത് എന്ന് കാണിക്കും. അതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഇതുപോലെ ഓപ്പൺ ചെയ്താലും നമ്മളും അവസാനമായി കയറിയത് എന്ന് എഴുതി കാണിക്കും. ഇങ്ങനെ എഴുതി കാണിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതിനകത്തൊരു സെറ്റിങ്സ് ഉണ്ട്. അതിനുവേണ്ടി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ സെറ്റിങ്സിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അക്കൗണ്ടിൽ പ്രൈവസി എടുക്കുക. പ്രൈവസി എന്നതിൽ ലാസ്റ്റ് സീൻ എന്നൊരു ഓപ്ഷൻ കാണാം. അവിടെ എവരിവൺ എന്നാണ് കിടക്കുന്നത്. അതായത് നാം അവസാനം കയറിയത് ആരൊക്കെ അറിയണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എവരിവൺ എന്ന് പറഞ്ഞാൽ നാം അവസാനം കയറിയത് നമ്മുടെ പ്രൊഫൈൽ സന്ദർശിക്കുന്ന എല്ലാവർക്കും അറിയണം എന്നാണ് നാം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് എവരിവൺ എന്നത് മാറ്റി മൈ കോൺടാക്ട്സ് എന്നാക്കാം. മൈ കോൺടാക്ട്സ് എന്നതാക്കി കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള ആൾക്കാർ നമ്മുടെ പ്രൊഫൈലിൽ കയറുമ്പോൾ അവർക്ക് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ നാം അവസാനമായി കയറിയത് എപ്പോഴാണെന്ന്. നോബഡി എന്നത് കൊടുത്തു കഴിഞ്ഞാൽ ആർക്കും അറിയാൻ സാധിക്കില്ല. നമ്മുടെ പ്രൊഫൈലിൽ ആര് കയറിയാലും നാം അവസാനമായി കയറിയത് എപ്പോഴെന്നോ ഏത് സമയത്താണെന്നോ ഒന്നും അറിയാൻ സാധിക്കില്ല. അവിടെ നോബഡി സെലക്ട് ചെയ്താൽ മതി. പക്ഷേ വേറൊരു കുഴപ്പമുണ്ട്. ഇത് നാം ഓപ്പൺ ചെയ്ത് നോബഡി ആക്റ്റീവാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്കും അറിയാൻ സാധിക്കില്ല അവർ എപ്പോഴാണ് കയറിയതെന്ന്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ കണ്ടു, ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ലാസ്റ്റ് സീൻ എഴുതി കാണിച്ചത് കണ്ടു.
എന്നാൽ ഞാൻ ഈ നോബഡി എന്നത് ലാസ്റ്റ് സീൻ നോബഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ അത് കാണാൻ സാധിക്കില്ല. അതാണ് ഞാൻ അജി ഗൾഫ് എന്നത് ഓപ്പൺ ചെയ്യുന്നു. ഇപ്പോൾ അവിടെ കാണിക്കുന്നില്ല. കാരണം നമ്മൾ ലാസ്റ്റ് കയറിയത് അവർക്ക് കാണാൻ സാധിക്കാത്തതുപോലെ തന്നെ അവരെപ്പോഴാണ് കയറിയതെന്ന് നമുക്കും കാണാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇനി 4ാമത്തെ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. സാധാരണ വാട്സപ്പിൽ നമുക്ക് അയക്കാൻ സാധിക്കുന്നത് 16 MB വരെയുള്ള ഫയലുകളാണ്. അതിൽ കൂടുതൽ അയക്കാൻ സാധിക്കുകയില്ല. എന്നാൽ എങ്ങനെയാണ് അതിൽ കൂടുതൽ അയക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി സാധാരണ നാം അയക്കുന്നത് ഇവിടെ മെസ്സേജിൽ ക്ലിക്ക് ചെയ്ത് ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത് ആ കോൺടാക്റ്റിലേക്ക് നാം ഇവിടെ നിന്നും സെലക്ട് ആണ് ചെയ്യുന്നത്. ഈ പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഓരോ മെസ്സേജുകൾ അയക്കുന്നത്. ഗാലറിയിൽ നിന്നും ഓരോ മെസ്സേജുകൾ അയക്കുന്നത്. ഇപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു 16 MB കൂടുതലുള്ള ഒരു ഫയൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണം ഈ ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത് അയക്കാൻ സാധിക്കില്ല. കാരണം ഇവിടെ 16 MB ലിമിറ്റ് കിടക്കുന്നത് കാണാം. നമുക്ക് അയക്കാൻ സാധിക്കില്ല. കുറച്ച് മാത്രമേ പോകത്തുള്ളൂ. എന്നാൽ ഈ ലിമിറ്റൊന്നും കൂടാതെ നമുക്ക് എത്ര MB വേണമെങ്കിലും അയക്കാം. ഒരു സിനിമ വരെ വേണമെങ്കിലും അയക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങളിവിടെ പിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യേണ്ട. അതിനു പകരം ഈ ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോ കൊടുക്കുക. ക്യാമറ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള 16 MB അധികമുള്ള ഏത് ഫയൽ വേണമെങ്കിലും അയക്കാൻ സാധിക്കും. ഇതിവിടെ ഇപ്പോൾ ഇങ്ങനെ വന്ന് കിടക്കുന്നത് കാണാം. ഇവിടെ ഫോട്ടോസും വീഡിയോസും ഉണ്ട്. നമുക്ക് അയക്കേണ്ടത് വീഡിയോസ് ആണെങ്കിൽ ആ വീഡിയോ സെലക്ട് ചെയ്യുക. അത് 16 MB ഉണ്ടോ ഇല്ലയെന്നൊന്നും കുഴപ്പമില്ല. എത്ര MB ഉണ്ടെങ്കിലും നമുക്കിവിടെ അയക്കാൻ സാധിക്കും.